ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സിജോ റോക്കി നിർത്തിക്കൂടെ നിങ്ങളുടെ ഈ അംഗവും ഉറപ്പാണ്. കൂടുതലായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ ഒന്നുമല്ല, ഇപ്പോൾ സിജോയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് സിജോ ഒരുപാട് റോക്കിയെ ഇത് ചെയ്തിട്ടുണ്ട്, വിമർശിച്ചുകൊണ്ടും പിന്നെ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ റോക്കിയും സിജോയും തമ്മിലുള്ള ഇപ്പോഴും നടക്കുന്നുണ്ട്. നമുക്കറിയാലോ, ബിഗ് ബോസ് ഒന്ന് ഇഷ്യൂ ഉണ്ടായി, അവർ തമ്മിൽ ആദ്യം നല്ല സുഹൃത്തുക്കളായിരുന്നു, ഇഷ്യൂ ഉണ്ടായി ഒക്കെ ആയി. അതെല്ലാം നമുക്കറിയുന്ന കാര്യം. ഇപ്പോഴും ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ട് ഒരു 2-3 മാസമായി. ഇറങ്ങിയതിന് ശേഷം ഇപ്പോഴും സിജോ ഇപ്പോഴും പ്രലോഭിപ്പിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോ ഇടുന്നു. പക്ഷെ നമുക്ക് തന്നെ അറിയാലോ, സിജോ റോക്കി ആയിട്ടുള്ള വിഷയത്തിൽ ഒരുപാട് വീഡിയോ സിജോ ഇപ്പോഴും പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് തോന്നുന്നതിനാ ഇവനൊരു 2 കിട്ടിയാൽ കൂടുതലെന്ന് അഭിപ്രായമുണ്ട്. റോക്കി ഇനിയും കൊടുക്കണമായിരുന്നു. ഇത് കിട്ടിയതിന്റെ ഇതാണ്. അതവൻ എറിഞ്ഞ് വാങ്ങിച്ചതാണെന്ന് പറയാം. സിജോയുടെ ഭാഗത്ത് നോക്കുമ്പോൾ സിജോ ഒരാള് സ്വന്തം തെറ്റിനല്ലാതെ മറ്റുള്ളവരുടെ വീഡിയോ പഠിച്ചില്ല. അതിപ്പോഴും സിജോ കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പോഴും സിജോ ഇപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബിഗ് ബോസിൽ നിന്ന് മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പോഴും അവിടെയുള്ള ആ ഇതുണ്ടല്ലോ, മറ്റുള്ളവർ ചൊറിയുന്ന സ്വഭാവം ഇപ്പോഴും സിജോയ്ക്കുണ്ട്. എത്ര വീഡിയോസ് ഇനിയെങ്കിലും നിങ്ങൾക്ക് നിർത്തിക്കൂടെ? ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എത്രയോ വീഡിയോസ് ഇപ്പം റോക്കി പച്ചിരി കുറഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പൊ സിജോയുടെ യൂട്യൂബ് ചാനൽ നോക്കി അറിയാം, അതിനകത്ത് കൂടുതലും സിജോ റോക്കിയെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് ചൊറിഞ്ഞ് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. ഇനിയെങ്കിലും നിങ്ങൾ നിർത്തും. ജനങ്ങളൊക്കെ ഇത് കണ്ടുകൊണ്ട് മടുത്ത് നിങ്ങളുടെ ഇത്. അവിടെ വെച്ചൊരു സംഭവത്തിൽ അത് അപ്പോൾ അവിടെ വെച്ച് തന്നെ തീർക്കണം, അല്ലെങ്കിൽ അത് അപ്പോൾ തന്നെ കേസിലേക്ക് പോകണമായിരുന്നു. സിജോ ഇപ്പോഴും അത് പോകാതെ സിജോ അന്ന് പറഞ്ഞ് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും അതിനൊരു പരിധി വരെ റോക്കിയാണ് അതിൽ ഉത്തരവാദി. റോക്കി സിജോയെ അതിന് ശേഷം ഒരുപാട് വിമർശിച്ച് ഒരുപാട് കളിയാക്കി ഒക്കെ വീഡിയോ ഇടുന്നുണ്ട്. അത് റോക്കിയുടെ ഇപ്പൊ ഇതിൽ 2 പേർക്കും തുല്യ പങ്കുണ്ട്. ഇവർ 2 പേരും കുറ്റക്കാരാണ്. അല്ലാതെ ഇവന്മാര് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് ഏത് നേരമാണ്. ഇത് 2 പേരും മനസ്സിലാക്കണം. ഞങ്ങൾക്ക് 2 പേരുടെ ഭാഗത്ത് തെറ്റുണ്ട്. പറഞ്ഞു തീർത്ത് അല്ലെങ്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റിയില്ലെങ്കിൽ പോട്ടെ, വിട്ടേക്ക്. അത് അന്ന് അവിടെ നിന്ന് കാര്യമില്ല. അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ കേസിലേക്ക് പോകണമായിരുന്നു. അപ്പൊ സിജോ പറഞ്ഞു എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാണ് ഇത് കേസൊന്നും ഇല്ലാതായത്. അപ്പൊ കൂടുതലറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക. അപ്പൊ എന്റെ കൊച്ചു വീഡിയോ അവസാനിക്കുന്നുണ്ട്. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.